ഗവർണറുടെ വിഭജന ഭീതി ദിനാചരണത്തിനെ തള്ളി കേരളത്തിലെ കലാലയങ്ങൾ. ക്യാമ്പസുകളിൽ ദിനാചരണം നടത്താൻ അനുവദിക്കില്ലെന്ന് SFI. എന്നാൽ വിവിധ സർവകലാശാല വൈസ് ചാൻസലർമാർ ഗവർണറുടെ നിർദ്ദേശം കോളേജുകൾക്ക് കൈമാറിയിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ഇപ്പോൾ ഷീജ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ഷീജ, എന്തൊക്കെയാണ് അവിടുത്തെ SFIയുടെ പ്രഖ്യാപനം? ഒപ്പം ദിനാചരണം, വിഭജന ഭീതി ദിനാചരണം ആചരിക്കാനുള്ള ശ്രമങ്ങൾ എന്തെങ്കിലും ഭാഗത്തുണ്ടോ അടക്കം സമഗ്ര വിവരങ്ങളിലേക്ക് പോയാൽ? അജിംഷാദ്, ഏതായാലും വിഭജന ഭീതി ദിനാചരണം അത് നടത്തണം എന്നുള്ളത് ഗവർണറാണ് VC-മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള സർവകലാശാല VC ഉൾപ്പെടെ അത്തരത്തിലുള്ള നിർദ്ദേശം താഴെത്തട്ടിലേക്ക്, പ്രത്യേകിച്ചും ക്യാമ്പസുകളിലേക്ക്, കോളേജുകളിലേക്ക്, കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകൾക്ക് നൽകിയത്. പക്ഷേ അതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നു വന്നൊരു സാഹചര്യത്തിൽ ആ സർക്കുലർ മയപ്പെടുത്തുന്നൊരു സാഹചര്യമാണ് പിന്നീടുണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതായാലും ഇതിലുള്ളൊരു ശക്തമായ വിയോജിപ്പ് മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഒക്കെ അറിയിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ വ്യക്തമാക്കിയത്, സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ ഇത്തരത്തിൽ വിഭജന ഭീതി ദിനാചരണം നടത്തുവാൻ വേണ്ടി അനുവദിക്കുകയില്ല എന്നുള്ള കാര്യം. അത് പ്രത്യേകിച്ചും ഔദ്യോഗിക സംവിധാനം ഉപയോഗിച്ച് ഒരു തരത്തിലും നടത്താൻ പാടില്ല എന്നുള്ള കാര്യം ഓരോ കോളേജുകൾക്കും അതാത് സർവകലാശാല ഡീൻമാർക്കുള്ള നിർദ്ദേശമായി തന്നെ, ഔദ്യോഗികമായിട്ടുള്ള നിർദ്ദേശമായി തന്നെ മന്ത്രിയും നൽകുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതായാലും ഔദ്യോഗിക പരിപാടികൾ ഇപ്പോൾ സംസ്ഥാനത്തെ പ്രത്യേകിച്ചും കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ നടത്തുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ABVP ഇതിൽ ഇത്തരത്തിലുള്ള പരിപാടി, അതായത് വിഭജന ഭീതി ദിനാചരണം നടത്തും എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് ധനുവച്ചപുരം കോളേജിൽ ഇത്തരത്തിൽ വിഭജന ഭീതി ദിനാചരണത്തിൻ്റെ ഭാഗമായി ഒരു സെമിനാർ സംഘടിപ്പിക്കുവാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. രാവിലെ 11 മണിക്കാണ് സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ഔദ്യോഗിക സംവിധാനമല്ല ഇത്തരത്തിലൊരു പരിപാടി നടത്തുന്നത്, ABVPയുടെ നേതൃത്വത്തിലാണ്. അതുകൊണ്ട് തന്നെ അതിൽ മറ്റൊരു തരത്തിലുള്ള നടപടി അങ്ങനെയൊന്നും തന്നെ ഉണ്ടാവുകയില്ല. പക്ഷേ ഇത് ഏതെങ്കിലും തരത്തിൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ സംവിധാനം കേരള യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഒരു ആഘോഷത്തിന്റെ ആവശ്യമില്ല. മുഖ്യമന്ത്രി ആ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അജിംഷാദ്.